കോളേജിൽ നിന്ന് പുറത്താക്കിയ SFI നേതാവിനെ പരീക്ഷ എഴുതാൻ അനുവദിക്കാൻ MG സർവകലാശാല VC-യുടെ ഉത്തരവ്. മതിയായ ഹാജറില്ലാത്തതിനാൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകാതിരുന്ന എടത്വ കോളേജ് പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കാനും നീക്കമുണ്ട്. VC-യുടെ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം നൽകി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, മതിയായ ഹാജർ ഇല്ല എങ്കിൽ പരീക്ഷ എഴുതാൻ കഴിയില്ല. അതുതന്നെയാണ് സർവകലാശാല ചട്ടം. അതിന് നേതാക്കൾക്ക് പ്രത്യേകമായ കിഴിവ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ കൃത്യമായി ഹാജറില്ലാത്തതിൻ്റെ പേരിൽ പരീക്ഷാ അനുമതി നിഷേധിച്ച ആൾക്കാണ് ഇത്തരത്തിൽ എടത്വ കോളേജ് പ്രിൻസിപ്പൽ നടപടി സ്വീകരിച്ചത്. പക്ഷേ അതിന് മുകളിൽ MG സർവകലാശാല VC തന്നെ നേരിട്ട് നേതാവിന് പരീക്ഷ എഴുതാൻ ഉള്ള അനുമതി നൽകുന്നു. അതുകൂടാതെ ഈ ചട്ടം അനുസരിച്ച എടത്വ കോളേജ് പ്രിൻസിപ്പലിനെതിരെ നടപടിക്ക് നീക്കം നടക്കുന്നു. ഇതിനെതിരെയല്ലേ ഇപ്പോൾ പരാതി ഉയരുന്നത്? പ്രശാന്ത്. വിനോദ്, എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ വിദ്യാർത്ഥിയാണ് ശ്രീജിത്ത് സുഭാഷ്. 2023 ഒക്ടോബറിൽ ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ഇദ്ദേഹത്തെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഈ പുറത്താക്കിയ വിദ്യാർത്ഥി BSc ഡിഗ്രിക്ക് BSc പഠിക്കുന്ന ആളാണ്. 5ഉം 6ഉം സെമസ്റ്ററിൽ ഇദ്ദേഹത്തിന് മതിയായ ഹാജരുമില്ലായിരുന്നു. അതായത് 5ാം സെമസ്റ്ററിൽ 5 അറ്റൻഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ 6ാം സെമസ്റ്ററിൽ ഈ ക്ലാസ്സിൽ ഹാജരായിട്ടേ ഇല്ല, പൂർണ്ണമായിട്ടും ഹാജരില്ല. ഇതൊക്കെ തുടർന്നാണ് അദ്ദേഹത്തെ പിന്നീട് കോളേജിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ വ്യക്തിയാണ് പിന്നീട് പരീക്ഷ എഴുതാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വൈസ് ചാൻസലർ, MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഒരു നിർദ്ദേശം നൽകുന്നത്. തുടർന്ന് അതിനുശേഷം കോളേജിന്റെ പ്രിൻസിപ്പലും, അതായത് രജിസ്ട്രാറും ഇത് സമാനമായ രീതിയിൽ ഈ വിദ്യാർത്ഥിക്ക് പരീക്ഷ നൽകാൻ അനുമതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പലിന് കത്തയച്ചിരുന്നു. എന്നാൽ പ്രിൻസിപ്പലിന് ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. കാരണം സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിച്ചുകൊണ്ട് തിരിച്ച് ഈ കോളേജ് പ്രിൻസിപ്പൽ ഒരു ലെറ്റർ കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പൽക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിലേക്ക് വന്നിരിക്കുന്നത്. അതായത് സർവകലാശാല റെഗുലേഷൻ പ്രകാരം പരീക്ഷ എഴുതുവാൻ ഈ വിദ്യാർത്ഥിക്ക് സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിക്ക് തിരിച്ച് പ്രിൻസിപ്പലിന്റെ ഒരു ലെറ്റർ കൊടുക്കുന്നത്. ഇതേ തുടർന്നാണ് പ്രിൻസിപ്പലിനെതിരെ പ്രതികാര നടപടിയുമായി ഈ സർവകലാശാല അധികൃതരും രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ നിയമനം, പ്രിൻസിപ്പലിന്റെ നിയമനാംഗീകാരം പിൻവലിക്കുന്ന അടക്കമുള്ള നടപടി സ്വീകരിക്കുമെന്ന് എന്ന രീതിയിൽ ഈ കോളേജ് അധികൃതരെ യൂണിവേഴ്സിറ്റി അധികൃതർ സമീപിക്കുകയും ചെയ്തു. കാരണം ഈ ഇത്തരത്തിൽ SFI നേതാവാണ് ഈ പുറത്താക്കപ്പെട്ട വ്യക്തി. ആ SFI നേതാവിന് ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് അനുമതി നൽകില്ല എന്ന കാരണത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെയാണ് പ്രതിഷേധവും ശക്തമാകുന്നത്. അതായത് ഈ MG യൂണിവേഴ്സിറ്റിയിലെ VC എന്ന് പറയുന്നത്, ആ VC-യാണ് നേരത്തെ PM ആർഷോയ്ക്ക് പരീക്ഷ, CPIയുടെ ഈ SFIയുടെ സെക്രട്ടറിയായ PM ആർഷോയ്ക്ക് പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട അനുമതിയൊക്കെ നൽകിയത്. അതായത് മതിയായ ഇല്ലാതിരുന്നിട്ട് പോലും അതിൽ കൃത്രിമമായ രീതിയിൽ ഹാജരൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു അനുമതി നൽകിയ വ്യക്തി കൂടിയാണ് ഈ MG യൂണിവേഴ്സിറ്റിയിലെ VC. അതേ VC-യും അതേ രജിസ്ട്രാറുമാണ് ഇപ്പോൾ മറ്റൊരു വിദ്യാർത്ഥി, അതിന് SFI വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതേ തുടർന്ന് എന്നാൽ ഇത് ആ കോളേജ് പ്രിൻസിപ്പൽ എതിർക്കുകയും ചെയ്തു. ആ പ്രിൻസിപ്പലിനോടാണ് ഇപ്പോൾ പ്രതികാര നടപടിയും ഉണ്ടായിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും SFI നേതാവിന് മതിയായ ഹാജറില്ലാത്തതിൻ്റെ പേരിൽ പരീക്ഷാനുമതി നിഷേധിച്ച കോളേജ് പ്രിൻസിപ്പൽ, എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ SFI നേതാവിനാണ് പരീക്ഷ എഴുതാൻ പ്രത്യേക അനുമതി MG സർവകലാശാല VC നൽകുന്നത്. ഇതിൽ ഇത്തരത്തിൽ പരീക്ഷ എഴുതാനുള്ള അനുമതി നിഷേധിച്ച പ്രിൻസിപ്പലിനെതിരെ നടപടിക്ക് നീക്കം നടക്കുന്നു. അപ്പോഴാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത്.